ഹലോ സർ, ഐ എം ഇൻസ്പെക്ടർ മുത്തുമണി. പോലീസ് എന്ത് ചെയ്യുന്ന പറയുന്നേ? അതല്ലേ ഡെയിലി ന്യൂസ് പേപ്പറിൽ വരുന്നത്. നോർത്ത് ഇന്ത്യയിൽ നിന്ന് വരുന്നു, കൊള്ളയും കൊലയും ചെയ്യുന്നു, ആരും അറിയാതെ കടന്നു കളയുന്നു. നിങ്ങൾക്ക് എന്ത് ആക്ഷൻ എടുക്കാൻ കഴിഞ്ഞു? ഞങ്ങൾ അവരെ കണ്ടുപിടിക്കും. പോയ ജീവൻ തിരിച്ചു കിട്ടുമോ? യു ക്യാൻ എൻക്വയർ നൗ. സർ. ഓക്കെ. എക്സ്ക്യൂസ് മീ സർ. മാഡം, എനിക്ക് അദ്ദേഹത്തോടൊന്ന് സംസാരിക്കണം. സർ, വലിയൊരു ചതി നടന്നിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. റോബറിയാണ്. ഇറ്റ്സ് നോട്ട് ജസ്റ്റ് എ റോബറി. എല്ലാം പണത്തിന് വേണ്ടിയായിരുന്നു. വോൾക്കയുടെ ഇതൊരു ആക്സിഡന്റ് ആയിരുന്നില്ല. എന്താണ് മോഷ്ടിച്ചേ? അവളൊരു പെൻഡ്രൈവ് വിഴുങ്ങിയിരുന്നു. അതിൽ നമ്മുടെ കമ്പനി സീക്രട്സ് ഉണ്ടെന്ന് വിമൽ പറഞ്ഞിരുന്നു. എന്റെ റോളക്സ് വാച്ച്, വിമലിന്റെ കാർട്ടിയർ വാച്ച്, പ്ലാറ്റിനം ചെയിൻ. പോസ്റ്റ്മോർട്ടം കഴിഞ്ഞപ്പോൾ വാർഡ് ബോയിൽ നിന്നും ഞാൻ പെൻഡ്രൈവ് വാങ്ങി വിമലിന് കൊടുത്തതാണ്. അത് അവന്റെ കയ്യിൽ നിന്നും വാങ്ങിച്ചു കൊണ്ട് പോവാനാ. 7-8 പേര് ഹിന്ദിയിൽ സംസാരിച്ചുകൊണ്ട്. അവരുടെ മുഖം നിങ്ങൾ ഓർക്കുന്നുണ്ടോ? സർ, നമുക്ക് വേഗം പോലീസിനെ അറിയിക്കാം. ഞാൻ സാക്ഷി പറയാം. മോർച്ചറിയിൽ നിന്ന് എവിഡൻസ് മോഷ്ടിച്ചിരിക്കുന്നു. നിന്നെ ആയിരിക്കും ആദ്യം അറസ്റ്റ് ചെയ്യുക. മീഡിയയിൽ കൂടി എൻ്റെ കമ്പനിയുടെ പേര് നശിക്കും. ഇന്റർനാഷണൽ കമ്പനിയുടെ ഇൻവോൾവ്മെന്റും ഉണ്ട് അതിൽ. പോലീസിനെ അവർ വിലയ്ക്ക് വാങ്ങിക്കും. ഇനി ഇതൊന്നും ചെന്ന് മോൾ അഖിലിനോട് പറയാൻ നിൽക്കണ്ട. ഇപ്പോൾ ഹാർട്ട് ട്രാൻസ്പ്ലാന്റ് ചെയ്ത് കഴിഞ്ഞതേ ഉള്ളൂ. ഹി വിൽ നോട്ട് ബി ഏബിൾ ടു ടേക്ക് ഇറ്റ്. മനസ്സിലായോ? യെസ് സർ. അതെ, എനിക്കൊന്ന് പറയാനുണ്ട്. നിങ്ങളുടെ കമ്പനിയിൽ ജോലി ചെയ്തിരുന്ന രഘുവിന്റെ അമ്മയാ ഞാൻ. ഒരു പ്രധാന കാര്യം സംസാരിക്കാൻ വേണ്ടി ഇപ്പൊ ഞാൻ വന്നത്. രഘു എന്ന് പറഞ്ഞവൻ വെള്ളത്തിൽ വീണ് ആത്മഹത്യ ചെയ്തതല്ലേ? ഒരു പെണ്ണിന് വേണ്ടി ആത്മഹത്യ ചെയ്യുന്ന പ്രകൃതം അല്ല അവൻ്റേത്. ഇന്ന് രാവിലെ അവന്റെ മുറി ഒന്ന് ക്ലീൻ ചെയ്യാൻ ഞാൻ പോയതാ. ഈ ഫോൾഡർ ദൈവത്തിന്റെ ഫോട്ടോയുടെ പുറകിൽ നിന്ന് എനിക്ക് കിട്ടിയതാ. ഇത് നിങ്ങളുടെ കമ്പനിയുടെ ലോഗ് ബുക്കിന്റെ സെറോക്സ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാനൊരു കെമിസ്ട്രി ടീച്ചറാ. ഞാൻ ഇതൊക്കെ ഒന്നെടുത്ത് വായിച്ചു നോക്കിയപ്പോ നിങ്ങളുടെ കമ്പനിയിൽ ഒരു തെറ്റ് നടക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നി. ഈ അമ്പലത്തിൽ ഇടയ്ക്കിടയ്ക്ക് നിങ്ങളെ കാണാറുണ്ട്. അതുകൊണ്ട് ഇത് നിങ്ങളെ തന്നെ ഏൽപ്പിക്കാന്ന് കരുതിയാ വന്നത്. അച്ഛാ പോകാം. ഇതുവരെ റെഡിയായില്ലേ? കുറച്ചുകൂടി ജോലി ഉണ്ടടാ. ഐ വിൽ ജോയിൻ അറ്റ് 11:30. ഓക്കെ, ബൈ. ഞാനൊരു കെമിസ്ട്രി ടീച്ചറാ. ഞാൻ ഇതൊക്കെ ഒന്നെടുത്ത് വായിച്ചു നോക്കിയപ്പോ നിങ്ങളുടെ കമ്പനിയിൽ ഒരു തെറ്റ് നടക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നി. ഫാക്ടറിയിൽ എന്തോ തെറ്റ് നടക്കുന്നുണ്ടമ്മേ. അച്ഛൻ എന്തോ തെറ്റ് ചെയ്യുന്നുണ്ട്. സുധാ, ഒരു ചായ. നീ എന്താ ചെയ്യുന്നേ? എന്താണത്? പാല് ചീത്തയായി. അതിന് ഇതെന്തിനായിരുന്നേ? ഇത് നമ്മുടെ കമ്പനി പ്രോഡക്റ്റ് അല്ലേ? അല്ല, ഇതെല്ലാം കുട്ടികൾ കഴിക്കുന്നല്ലേ? എന്താ നീ കാണിക്കുന്നത്? വട്ടുപിടിച്ചു. ഇതിനെന്താ ഉത്തരം പറയാനുള്ളത്? നമ്മുടെ ഫാക്ടറിയിൽ എന്താ നടക്കുന്നത്? പാൽ പൗഡറിൽ എന്താണ് നിങ്ങൾ കലക്കുന്നത്? There is nothing, സുധാ. നിന്നെ ആരോ കൺഫ്യൂഷൻ ആക്കിയതാ. ഇതാരാ തന്നത്? ആരാ തന്നെന്ന് പറഞ്ഞ അവരെയും തട്ടിയേക്കാവുന്ന? കഴിക്കേ. ഒരു ലോഡ് കൊണ്ടുവന്ന് തരാൻ പറയാൻ ഞാൻ. 4 നേരം അത് തന്നെ കഴിക്കടി. എന്താ വയ്യ? അവൻ നശിച്ചു പോണേ.
അല്ല ഇതാര് സുധയോ? ഇവിടെ ഇരിക്കൂ. ആ പറയടാ. ഹലോ രാമചന്ദ്ര, ഇപ്പൊ എവിടെയാ? ഓഫീസിലേക്ക് പോവുകയാണ്. സുധ എന്റെ വീട്ടിലുണ്ടല്ലോ. കുറെ കാര്യങ്ങൾ എന്നോട് പറഞ്ഞു. ആ പ്രതാപ് പറയേ. അന്നൊരു ദിവസം വഴക്കുണ്ടാക്കിയത് ഓർമ്മയില്ലേ? ആ വലിയ കമ്പനിയിലെ അവിടെ വെച്ച് ഒരുത്തം മരിച്ചായിരുന്നല്ലോ. അതിലൊരുത്തൻ എന്നെ പിന്തുടരുന്നു. എനിക്കറിയാൻ വയ്യഞ്ഞിട്ട് ചോദിക്കുക, നീ ഇപ്പൊ എന്തുണ്ടാക്കാൻ വേണ്ടി ഇവിടേക്ക് കെട്ടിയെടുത്ത് വന്നത്? ഞാൻ എന്താ ചെയ്യണ്ടേ? അവനെ തീർത്തേക്കട്ടെ. വേണ്ട വേണ്ട, ഇവിടെ ആകെ പ്രശ്നങ്ങളാണ്. ഞാൻ പറയുന്നത് കേട്ടോ, ഇവിടെ നിന്ന് രക്ഷപ്പെടുന്നതാണ് നല്ലത്, മനസ്സിലായോ? ഹലോ പ്രതാപ്. എന്താടാ, ഡിവോഴ്സിന് വേണ്ടി വന്നാണ് അവള്? എവിടെ ഒപ്പിടണമെന്ന് പറഞ്ഞാൽ മതി. ഏയ് രാമേന്ദ്ര, ചുമ്മാതിരിക്കേ. സുധ പറയുന്നല്ലോ നിന്റെ പ്രോഡക്റ്റിൽ എന്തോ കുഴപ്പമുണ്ടെന്ന്. മൈ ഗോഡ്, എന്റെ ട്രേഡ് സീക്രട്ട് മനസ്സിലാക്കാൻ വേണ്ടി വെള്ളക്കാരനും വെള്ളക്കാരിയൊക്കെ പറഞ്ഞയച്ചു നോക്കി, ഒന്നും നടന്നില്ല. അവസാനം ഇങ്ങനെ ഒരു റൂമർ ഉണ്ടാക്കി വിട്ടിരിക്കുന്നു. എപ്പോഴാണോ എൻ്റെ ഭാര്യയ്ക്ക് എൻ്റെ മേൽ സംശയം ഉണ്ടായിരിക്കുന്നത്, ഒരു തീരുമാനം എടുത്തു. ഇവിടുന്ന് എങ്ങോട്ടും ഞാൻ ഇറങ്ങാൻ പോകുന്നില്ല. എൻ്റെ സെൽഫോൺ പോലും ഞാൻ ഓഫ് ചെയ്തേക്കാം. ഇന്ന് ലഞ്ചും നിന്റെ വീട്ടിലാണ്. നൗ ഐ കനോട്ട് ഇൻഫ്ലുവൻസ് എനിവൺ. ഫുഡ് സേഫ്റ്റി കമ്മീഷനോട് സംസാരിക്കുക പ്ലീസ്. എൻ്റെ കമ്പനി ഉടനെ റെയ്ഡ് ചെയ്യാൻ പറ. എന്താ രാമേന്ദ്ര നീ കാണിക്കുന്നത്? സുധയെ പറഞ്ഞ് മനസ്സിലാക്കിയ പോരെ, അതിന് ഇത്രയൊക്കെ വേണോ? ഒന്ന് നിൽക്ക്, ഒരു മിനിറ്റ്. കമ്മീഷണർ ലൈനിലുണ്ട്, റെയ്ഡ് ചെയ്യാൻ പറ. എന്താ രാമേന്ദ്ര ഇത്? ഹലോ, സെഷൻ കോർട്ട് മജിസ്ട്രേറ്റ് ഭരതരാജൻ സ്പീക്കിംഗ്. എന്ത് പറ്റി പ്രതാപ്? നീ അവിടുന്ന് പോയല്ലോ, അവനെ ഒന്നും ചെയ്തിട്ടില്ലല്ലോ. ഉടനെ തന്നെ നീ തിരിച്ചു പോണം. ഞാൻ ഫോണിൽ വിളിച്ചോളാം. ഹായ്. ഹായ്. നീ പാർക്കിങ്ങിലേക്ക് വെക്കോ. അരുൺ, നീ റിസപ്ഷൻ ശ്രദ്ധിക്കണം. ഞാൻ പിന്നീട് വിളിച്ചോളാം. ദിനേശ്, ഗുഡ് മോർണിംഗ് സർ. എൻ്റെ കയ്യിൽ ഒരു സ്റ്റാഫിൻ്റെ നമ്പറുണ്ട്. ഇത് ആരുടെ നമ്പറാണെന്ന് കണ്ടുപിടിക്കണം. പറയൂ സർ. 9444000071. സാർ ഒന്ന് നിൽക്കൂ സാർ. ഒരു മിനിറ്റ്. ഇവർ ഫുഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെന്റ് നിങ്ങളെ കാണാൻ വന്നിരിക്കുകയാണ് സാർ. Okay. റെയ്ഡ് ചെയ്യണമെന്ന് ഇവർ പറയുന്നു. ഐ ആം രാധാകൃഷ്ണൻ. I'll just come. നിങ്ങൾ ഉള്ളിലേക്ക് പോയിക്കോളൂ. നിങ്ങൾ എവിടെയും പോകാൻ Okay, പാടില്ല, sir. ഇവിടെ Yes. തന്നെ ഉണ്ടാവണം. താങ്കൾ വിളിച്ച നമ്പർ താൽക്കാലികമായി വിച്ഛേദിക്കപ്പെട്ടിരിക്കുകയാണ്. നിങ്ങൾ വേഗം ചെന്ന് അവിടെയുള്ള സാമ്പിൾ എല്ലാം എടുക്കുക. അങ്ങോട്ട് വിളമ്പിക്കോട്. ആ തീർച്ചയായിട്ടും ഇടാം. മതി മതി.
മിസ്റ്റർ അഖിലേഷ്, ഞങ്ങളെല്ലാം ചെക്ക് ചെയ്ത് കഴിഞ്ഞു. എവറിത്തിങ് ഈസ് ഓക്കെ. നിങ്ങൾ സഹകരിച്ചതിന് വളരെ നന്ദി. അച്ഛൻ ഇതിലൊന്നും വലിയ കാര്യമില്ലെന്നേ. അതായത് ഒരു റൊട്ടീൻ ചെക്കാ. ഈ പ്രോഡക്ട്സ് കൊണ്ട് ആർക്കും ഒരു ദോഷവുമില്ല. ഞാൻ നോക്കിയിട്ട് ISOയും ISI മാർക്കെല്ലാം വളരെ കറക്റ്റ് ആണ്. ദിസ് കമ്പനി ഈസ് വെരി ട്രാൻസ്പെറന്റ്. ഞങ്ങൾ ചെക്ക് ചെയ്ത് വെച്ച് നോക്കുമ്പോൾ അവരുടെ ഡോക്യുമെന്റ്സ് എല്ലാം വളരെ കറക്റ്റ് ആണ്. ആ പാൽപ്പൊടി കൊണ്ട് ആർക്കും യാതൊരുവിധ ദോഷവും കണ്ടില്ലേ, ഗവൺമെന്റിന് ഒരു കുഴപ്പമില്ലാന്ന് സർട്ടിഫൈ ചെയ്തിരിക്കുന്നു. എന്താ സുധാ, നിനക്കെന്നെ ഇപ്പോഴും സംശയമാണോ? എല്ലാവരും അങ്ങനെയാ പറഞ്ഞേ. വിമൽ അവനും എന്നോടൊന്നും അങ്ങനെയാ പറഞ്ഞേ. കൊച്ചു പയ്യനല്ലേ അവൻ. നല്ലതേതാ ചീത്ത ഏതാന്നറിയില്ല. അവൻ അറിയാതെ പറ്റിപ്പോയതായിരിക്കും. സാർ, ആ പ്രതാപിനെ അഖിൽ സാർ കാണുവാനിടയായി. അവന്റെ ഫോൺ ഉപയോഗിച്ച് എന്നെയും കണ്ടുപിടിച്ചു സാർ. ഷിറ്റ്. സാർ, വിമലിന്റെ മരണത്തിൽ എനിക്ക് പങ്കുണ്ടെന്നുള്ളതല്ലാതെ സാറിന് പങ്കുണ്ടെന്നറിയില്ല.